പാലക്കാട് പുതുനഗരം വലിയ ഷാഫി പള്ളിയിൽ വാങ്കുവിളിക്ക് മുൻപായി നഗാരം മുഴക്കുന്നത് ഇന്നും സജീവമാണ്. പെരുന്നാൾ നമസ്കാര സമയം ഓർമ്മിപ്പിക്കാൻ ഈ ദിവസം 3 തവണയാണ് നഗാര കൊട്ടി വിശ്വാസികളെ പള്ളിയിലേക്ക് ക്ഷണിക്കുക. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലിക് യൗമുദ്ദീൻ. നഗാര ഒരു കാലത്ത് പള്ളികളിൽ വാങ്കുവിളിക്ക് സമയമായി എന്ന് നാടിനെ അറിയിച്ചിരുന്ന പെരുമ്പറയാണ്. ഉച്ചഭാഷണികളില്ലാതിരുന്ന കാലത്തെ നാടിന്റെ ഉണർത്തുവാദ്യം. നഗാരമുഴക്കം കേട്ടാൽ ഉറപ്പിക്കാം വാങ്കിന് സമയമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പാലക്കാട് പുതുനഗരം വലിയ ഷാഫി പള്ളിയിൽ ഇന്നും മുടക്കമില്ലാതെ നഗാര കൊട്ടും. പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപായി 3 തവണയാണ് നഗാരം മുഴക്കുക. രാവിലെ 6:15, 6:45, 7:15. 3 തവണ നഗാരമുഴക്കം കഴിഞ്ഞാൽ 7:45 പെരുന്നാൾ നമസ്കാരമാണ്. നഗാരമുഴക്കാതെ വലിയ ഷാഫി പള്ളിയിൽ ഒരു പ്രാർത്ഥനയുമില്ല. അന്ന് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നല്ലതുണ്ടെങ്കിലും കല്യാണങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ദുർഗ സംഭവങ്ങളുണ്ടായാലും ഈ നഗാര അടിച്ചുകൊണ്ടാണ് ജനങ്ങളെ വിളിക്കുക. കാരണം വൈദികരിക്കാത്ത കാലഘട്ടത്തിൽ അന്നൊന്നും വാങ്കുവിളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ നഗാരയാണ് ഇതിൻ്റെ ഈ സുമാരം നമ്മുടെ പുതുനഗരം ചുറ്റുള്ള 5 കിലോമീറ്ററോളം ഈ നഗാരയാണ് അന്ന് കാര്യം. ഇപ്പോൾ വാങ്ങിട്ട് മുമ്പ് എല്ലാം 5 നേരം ഇത് അടിക്കാറുണ്ട്. ഇപ്പോഴും 5 നേരം നിസ്കാരത്തിന് മുമ്പ് വാങ്ങുണ്ടെങ്കിൽ നമ്മൾ അടിക്കാറുണ്ട്. ഇപ്പോഴും ഈ വാങ്ക് ഇപ്പോൾ അപ്പുറത്തെ പള്ളിയിൽ വാങ്ക് വിളിച്ചാലും നമ്മുടെ പള്ളിയിലത്തെ നഗര കേട്ടിട്ട് വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്ന ഒരുപാട് ഉമ്മമാർ കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വന്ന് പുതുനഗരത്ത് താമസിച്ച് ഈ നാടിന്റെ ഭാഗമായവരാണ് വലിയ ഷാഫി പള്ളിയിലെ വിശ്വാസികൾ. പള്ളി സ്ഥാപിച്ച അന്നു മുതൽ നഗാരയുണ്ട്. 3 നൂറ്റാണ്ടിലേറെ പഴക്കം ഇതിനുണ്ടെന്ന് വിശ്വാസികൾ പറയുന്നു. കാലം മാറി. ഉച്ചഭാഷണിയും മറ്റ് ശബ്ദ ഉപകരണങ്ങളുമെല്ലാം എല്ലായിടത്തെയും പോലെ ഇവിടെയുമുണ്ട്. പക്ഷേ നഗാരയുടെ മുഴക്കം നാടിന്റെ ഭാഗമായി തുടരുക തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.